സുഖമായിട്ടിരിക്കണോ? അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ ചെയ്യണത് വൈകുന്നേര സമയത്തെ തിരിഞ്ഞിട്ടുള്ള സമയത്തെ കുറച്ച് അല്ലറ ചില്ലറ പണികളാണ് കേട്ടോ. അപ്പോൾ ഒരു ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ വറക്കാനൊക്കെ ആയിട്ട് പാകമായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചക്ക വറക്കാമെന്ന് വിചാരിച്ചു. ദയവ് ചെയ്ത് ആരും തെറ്റിദ്ധരിക്കരുത്, നിങ്ങളെ കൊതിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല. എല്ലാവർക്കും ചക്ക വറുത്തും ചക്ക കൊതിയാണല്ലോ അല്ലേ. അപ്പോൾ കൊതിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, എന്നാലും കുഞ്ഞു പെണ്ണിന് എന്തെങ്കിലുമൊക്കെ കറുമുറ് കടിക്കണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് കാരണമാണ് ചക്കയും കായൊക്കെ വറുത്ത് വയ്ക്കണത്. അപ്പോൾ അവൾക്ക് എന്നും ലേസ് വാങ്ങിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചിപ്സ് വാങ്ങിച്ചു കൊടുക്കുക എന്നൊക്കെ പറയുന്നത് അതൊന്നും ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ ചക്ക വറുത്തൊക്കെ ഉണ്ടാകുമ്പോൾ ആൾ ഇടയ്ക്കൊക്കെ ഇരുന്ന് കഴിച്ചോളും. പിന്നെ നമുക്ക് കാശും കഴിയില്ല, കൊച്ചിൻ്റെ ഹെൽത്തും കേടാവത്തില്ല. അപ്പോൾ ചക്ക വറുത്ത് കൊടുക്കാമെന്ന് ചോദിച്ചു കുഞ്ഞു പെണ്ണിന്. അപ്പോൾ ചക്കയുടെ കൂഞ്ഞും കടയൊക്കെ വെട്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചവണിയും കാര്യങ്ങളൊക്കെ കളയണത് ഇതിപ്പോൾ ഞങ്ങൾ ചെയ്യണത് തലേദിവസം വൈകുന്നേര സമയത്താണ് ചെയ്യണത് കേട്ടോ. സന്ധ്യ ആയപ്പോഴാണ് ചെയ്യണത്. പിറ്റേ ദിവസത്തെ വിശേഷങ്ങളാണ് ഇതിൽ കൂടുതലും കാണിച്ചേക്കണത് കേട്ടോ. അപ്പോൾ അത് പറിച്ച് ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ നമുക്ക് ഫ്രീ ആവണ സമയത്ത് ഇരുന്ന് ചവണിയൊക്കെ കളയാൻ ചോദിച്ചു. അന്ന് തന്നെ വൈകുന്നേരം പണികളൊക്കെ കഴിഞ്ഞ് ടി വി ഒക്കെ കാണുന്ന സമയത്ത് ചവണിയും കുരുവൊക്കെ പറിച്ച് വീണ്ടും അതെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസമാണ് ഞങ്ങൾ വറക്കാനായിട്ട് നോക്കണത്. അപ്പോൾ ചക്കൊക്കെ ഒരുവിധം മൂത്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. കുരുവൊക്കെ അതേ അത്യാവശ്യം നല്ല പാകമൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ നമ്മൾ വറക്കാനായിട്ട് ഉപയോഗിക്കുമ്പോൾ ഒരു ഷേപ്പൊക്കെ വേണ്ടത്. ഇത് അധികം നീളം ഉണ്ടായിരുന്നില്ല ചക്കക്കിട്ട്. അപ്പോൾ നമ്മൾ ചക്ക വറുത്തത് കാണാനായിട്ട് ഭംഗിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നീളത്തിലൊക്കെ വേണം. ചക്ക നല്ല നീളമുള്ള ചക്കയൊക്കെ ആകുമ്പോഴാണ് കായ വറുത്തല്ല ചക്ക വറുത്തതിന് നല്ല ഭംഗിയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കടയും തലയൊക്കെ വെട്ടി അത് കൂട്ടാൻ വയ്ക്കാനായിട്ട് എടുത്തു കേട്ടോ. അപ്പോൾ ഒരു ചക്കപ്പേരിയും വെച്ചു. അപ്പോൾ പിറ്റേ ദിവസമാണ് ഇത് ചക്ക വറക്കാനായിട്ട് അരിയാനായിട്ട് ഇരിക്കണത്. ഉച്ചയാണ് സമയം. അപ്പോൾ ചക്ക വറക്കണം. ഇപ്പോൾ കുഞ്ഞു പെണ്ണ് ഇവിടെ ഇല്ല കേട്ടോ, അംഗനവാടിക്ക് പോയി കാണാല്ലേ. ഞാനെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിലൊക്കെ കിടന്ന് മറിഞ്ഞാനെ കടയും തലയും വെട്ടി വയ്ക്കുന്നുണ്ട്. അത് നമുക്കൊരു കൂട്ടാനും വെക്കാം, ഉപ്പേരിയും വെക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ചക്കരയിലൊക്കെ അതേ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ പുറത്തടുപ്പിലാണ് കേട്ടോ വറക്കാനായിട്ട് വെക്കണത്. ഗ്യാസ് അടുപ്പ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നേരം വേണം, പിന്നെ ഗ്യാസും ചിലവാകും. അപ്പം നമുക്ക് അടുപ്പുണ്ട്, പുറത്ത് വിറകുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഗ്യാസ് ചിലവാക്കേണ്ട കാര്യമല്ലോ. അപ്പോൾ നമുക്കിതൊന്ന് അടുപ്പൊന്ന് കത്തിച്ച് ചൂടാക്കി എടുക്കാം. നമ്മുടെ ചട്ടി ഒന്ന് ചൂടായിട്ട് വേണം നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ച് നോക്കാം. വെളിച്ചെണ്ണയിലാണ് വറക്കണത് കേട്ടോ. ഇപ്പോൾ ഓയിലിനും വെളിച്ചെണ്ണയിലും ഒരേ വിലയാണ്. അപ്പോൾ നമുക്ക് ഇത്തിരി ഹെൽത്തി ആയിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം നല്ലത്. പിന്നെ ആറാട്ടുപുഴ പൂരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണയ്ക്ക് നന്നായിട്ട് വില കുറയുമെന്ന് അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ നല്ല വില കുറവ് തന്നെയാണ്. ഓയിലും വെളിച്ചെണ്ണയും ഒരേ ലെവലിൽ തന്നെയാണ് നിൽക്കണത്. അപ്പോൾ എന്തെങ്കിലും വറക്കാനും പിടിക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം നല്ലത്. പിന്നെ ഓയിൽ ഉപയോഗിക്കണം. ഇപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ ഇതിനൊക്കെ ഓയിൽ തന്നെ പറ്റുള്ളൂ. അപ്പോൾ ഓയിൽ ഉപയോഗിക്കുക. അല്ലാണ്ട് നമ്മൾ ഈ വറക്കാനും പൊരിക്കാനൊക്കെ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണമെന്നാണ് നല്ലത്. അതാണ് കൂടുതൽ ഹെൽത്തിയും അതാണ് കൂടുതൽ ടേസ്റ്റിയും. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് ഇതേ തളയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു ചെറിയൊരു കഷ്ണം ഇട്ട് കൊടുത്ത് നോക്കി. അപ്പോൾ എന്തായാലും ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ ചക്ക പീസുകൾ ഇട്ടിട്ട് വറുത്ത് എടുക്കാം അല്ലേ. അപ്പോൾ ഇതേ നന്നായിട്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയ്ക്ക് സെയിം ലെവൽ തന്നെ, വെളിച്ചെണ്ണ ഉള്ള സെയിം ലെവലിൽ തന്നെ നമുക്ക് ചക്ക ഇട്ട് കൊടുക്കാം കേട്ടോ. അത് വറുത്തത്ത് വരുമ്പോൾ ഒന്നും കൂടി താഴും, നല്ല ക്രിസ്പി ആയിട്ട് വരുമ്പോൾ ഒന്നും കൂടി താഴും. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടും.
അപ്പോൾ ചക്ക ഇപ്പോൾ ആദ്യമായിട്ടാണ് മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചക്ക വറുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. മഴ പെയ്യണേക്കാട്ടി മുമ്പ് ചക്ക വറുക്കാനൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ വറുക്കുക, അതാണ് നല്ലത്. മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ സ്പോഞ്ച് പോലെ ഇരിക്കും നമ്മുടെ ചക്ക വറുത്തത്. അപ്പോൾ ഇപ്പോൾ അതേ നല്ല മഴക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഒരു ചക്ക കിട്ടിയത് വാങ്ങി, അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റിൽ തിന്നുകയും ചെയ്യാം. കുഞ്ഞിപ്പെണ്ണുള്ള ചിപ്സുമായി. അപ്പോൾ നമ്മുടെ ചക്കയൊക്കെ വറുത്ത് കോരിയിട്ടുണ്ട്. 2-3 പ്രാവശ്യമായിട്ട് വറുക്കാനുള്ള ചക്കയാക്കി ഉണ്ടായിരുന്നുള്ളൂ. ഒരു ചെറിയ ചക്കയിലായിരുന്നേ. അപ്പോൾ അതൊക്കെ വറുത്തു ഞാൻ. അപ്പോൾ ഇടയ്ക്ക് ടേസ്റ്റ് നോക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞിപ്പെണ്ണ ഏകദേശം വരാറായിട്ടുണ്ട്, ഒരു 2:45 ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 3 മണിയാകുമ്പോൾ അംഗനവാടിയിൽ നിന്ന് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഞാനിത് വർക്കായിരുന്നു. അമ്മയാണ് കുഞ്ഞിപ്പെണ്ണിനെ അംഗനവാടിയിൽ നിന്ന് കൊണ്ടുവരാനായിട്ട് പോയിരുന്നത്. അംഗനവാടി പോയി വന്നാ എന്നിട്ട് പഠിപ്പിച്ച ടീച്ചറ് പിന്നെയോ രസം നോക്കിയേ. ഇനി വറക്കലും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചക്ക വറക്കണ പരിപാടി കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞത് അമ്മ മീൻ അവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് മീൻ നന്നാക്കണം. അതിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ വൈകുന്നേരത്തിന് കറി വയ്ക്കാം. അപ്പോൾ നാളെ കാലത്തേയും കൂടി കുറച്ച് കറി ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് വൈകുന്നേരത്തിനാണ് മീൻ വാങ്ങിച്ചത്. കേൾക്കുകയാണല്ലോ മോനെ. നിന്നോട് ഞാൻ മണി നേരം പറഞ്ഞാൽ കൊച്ചൂട്ടല്ലേ പഠിക്കണേ പറഞ്ഞാൽ കണ്ട പൊടി മുടിക്കാൻ കണ്ട പൊടി കണ്ട.
മീൻകറി വയ്ക്കലും വറക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അടിച്ചു വരാനുണ്ട്. അടിച്ചു വാരലും തുടക്കലും കൂടി കഴിഞ്ഞാൽ നമ്മുടെ സന്ധ്യ നേരത്തെ ഒരുവിധം തിക്കും തിരക്കും പരിപാടികൾ കഴിഞ്ഞു കേട്ടോ. പിന്നെ കുറച്ച് നേരം നമുക്ക് ഫ്രീ ആയിട്ടുള്ള സമയമാണ്. പിന്നെ കുഞ്ഞിപ്പെണ്ണ് ഇടയ്ക്ക് കുറുക്കാപ്പൊക്കെ ചോദിച്ച് വാശി പിടിക്കും. അപ്പോൾ അവൾക്ക് ഇടയ്ക്ക് കുറുക്കാപ്പം ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് തിക്കും തിരക്കുള്ള പരിപാടികളൊന്നും ഇല്ല. ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി തുടയ്ക്കണം. അടിച്ചു വാരം തുടയ്ക്കലൊക്കെ എന്നുള്ളത് തന്നെയാണ് കേട്ടോ. നമ്മൾ വിളക്ക് വയ്ക്കലുണ്ട്. അപ്പോൾ എല്ലാ പ്രാവശ്യം എല്ലാ ദിവസവും അടിച്ചു വാരി തുടയ്ക്കണം. പിന്നെ ഇതേ ഒരു 8:30-9 മണി നേരമായപ്പോഴേക്കും ഞങ്ങളുടെ 3 പേരും ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. ചേട്ടൻ ഒരു 8 മണിയായപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും കഴിക്കലും കഴിഞ്ഞു. പിന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ച് അവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരി നമ്മുടെ അടുക്കളയൊക്കെ ഒന്ന് തുടച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ പണി കഴിഞ്ഞു. പിന്നെ കുളിക്കുക, കുറച്ച് നേരം TV കണ്ടിരിക്കുക, കിടന്നുറങ്ങുക. അത്രേ ഉള്ളൂ ഇന്നത്തെ ഇനി പരിപാടികൾ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത ദിവസം വീഡിയോ ഡേ ഇൻ മൈ ലൈഫൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും നന്ദിയുണ്ട്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. ഒരുപാട് പേര് പോസിറ്റീവായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണവരുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇനി നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിച്ചോളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതോടുകൂടി ഞങ്ങളുടെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇന്നത്തെ ഇന്ന് ഞങ്ങൾ കുളിക്കുക, കിടന്നുറങ്ങുക, അത്രേ ഉള്ളൂ വിശേഷങ്ങൾ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കേ.